എട്ടാമത്തെ ലോ എന്ന് പറഞ്ഞാൽ വിക്കറ്റ്സിനെ പറ്റിയുള്ള ലോ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. 2 sets of wickets shall be pitched opposite and parallel to each other in the centers of the bowling creases. Each set shall be 9 inch or 22.8 centimeter wide and shall consist of 3 wooden stems with 2 wooden beads on the top. നമ്മൾ അപ്പൻഡിക്സ് ഡിയിൽ ഓൾറെഡി ഇവിടെ നമ്മുടെ ക്രിക്കറ്റ് പിച്ചിൻ്റെ ഇത് പറഞ്ഞപ്പോൾ അതിനകത്ത് സ്റ്റെംസിൻ്റെ കേസ് പറഞ്ഞത്, അല്ലെങ്കിൽ വിക്കറ്റ്സിൻ്റെ കേസ് പറഞ്ഞതാണ്. 9 ഇഞ്ച് അല്ലെങ്കിൽ 2.86 22.86 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് മൊത്തം വരും. അത് സെൻറ്റർ ടു സെൻറ്റർ. സ്റ്റെമ്പിൻ്റെ സൈസാണ് പറയുന്നത്. ടോപ്സ് ഓഫ് ദ സ്റ്റെം ഷാൽ ബി 28 ഇഞ്ച് ഓർ 71.12 സെൻറ്റിമീറ്റർ above the playing surface and shall be dome shaped except for the bale grooves. അതായത് നമ്മുടെ സ്റ്റെമ്പ് 28 ഇഞ്ച് പൊക്കത്തിൽ, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് 28 ഇഞ്ച് പൊക്കത്തിൽ നിൽക്കണം എന്നുള്ള ഇത് പറയുന്നുണ്ട്. പിന്നെ ഡോം ഷേപ്പ്, മറ്റേ ഗോപുരം പോലത്തെ ഷേപ്പ് വേണം. പക്ഷേ ഇടയിൽ ആ ഗ്രൂവ് ഉണ്ടാവും, നമ്മുടെ ബെയിൽസ് വെക്കാൻ വേണ്ടിയുള്ളൊരു വെട്ടുണ്ടാവില്ല, അതൊഴിച്ച് ബാക്കിയെല്ലാം ഡോം ഷേപ്പ് ആക്കണം എന്നുള്ള രീതിയാണ് പറഞ്ഞത്. ദ പോർഷൻ ഓഫ് ദ സ്റ്റെം above the playing surface shall be cylindrical apart from the dome top. സിലിണ്ടറിക്കൽ ആയിരിക്കണം, ബാക്കിയുള്ളതെല്ലാം സിലിണ്ടറിക്കൽ ആയിരിക്കണം. ഗോപുരം പോലത്തെ സ്ഥലം ഒഴിച്ച് ബാക്കിയല്ല. ടോപ്പ് ഇത് വിത്ത് സർക്കുലർ സെക്ഷൻ ഓഫ് ഡയമീറ്റർ നോട്ട് ലെസ് ദാൻ 1.38 ഇഞ്ച് ഓർ 3.50 സെൻറ്റിമീറ്റർ. 3.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കംഫറൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു സൈസുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ട് വേണം. പിന്നെ അതിൻ്റെ കൂടാനും പാടില്ല. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 3.81 സെൻറ്റിമീറ്റർ കൂടാനും പാടില്ല അതിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സ്റ്റെമ്പിൻ്റെ സൈസ്. ദ ബെയിൽസിനെ പറ്റിയുള്ള വെൻ ഇൻ പൊസിഷൻ ഓൺ ടോപ്പ് ഓഫ് സ്റ്റെംസ്, ബെയിൽസ് പൊസിഷനിൽ വയ്ക്കുമ്പോൾ ഷാൽ നോട്ട് പ്രൊജക്ട് മോർ ദാൻ 0.5 ഇഞ്ച് ഓർ 1.27 സെൻറ്റിമീറ്റർ അബവ് ദം. അതായത് നമ്മുടെ സ്റ്റെമ്പിൽ നിന്ന് ബെയിൽസ് ഇരിക്കുന്ന ടൈമിൽ 1.27 സെൻറ്റിമീറ്റർ മുകളിൽ കൂടുതൽ പൊക്കം വരാൻ പാടില്ല എന്ന്. ആ സ്റ്റെമ്പിൻ്റെ ഒറിജിനൽ ഹൈറ്റിൽ നിന്ന് ബെയിൽസ് വെച്ചിട്ട് അതിനേക്കാളും ഈ പറഞ്ഞ ഇത് കൂടുതൽ ഹൈറ്റ് കൊടുക്കാൻ പാടില്ല. ഷാൽ ഫിറ്റ് ബിറ്റ്വീൻ ദ സ്റ്റെംസ് വിത്തൗട്ട് ഫോഴ്സിങ് ദം ഔട്ട് ഓഫ് ദ വെർട്ടിക്കൽ. അതായത് നമ്മൾ ബെയിൽസ് വയ്ക്കുമ്പോഴത്തേക്കും ഈ സ്റ്റെമ്പ് കൃത്യമായിട്ട് ഇരുന്ന പോലെ ഇരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഒരു വളഞ്ഞോ വെർട്ടിക്കൽ നിന്ന് ഫോം ഔട്ടാകുക എന്ന് പറഞ്ഞാൽ വളച്ച് കളയുന്നു. അതായത് അടിയിൽ നിന്ന് നേരെ വന്നിട്ട് ലാസ്റ്റ് മുകളിലെത്തുമ്പോൾ വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അടുത്ത് ബെയിൽസിനെ പറ്റി പറയുന്നുണ്ട്. ഈച്ച് ബെയിൽ ഷാൽ കൺഫോം ടു ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ഓവറോൾ ലെങ്ത്ത് 4.33 ഇഞ്ച് അല്ലെങ്കിൽ 10.95 സെൻറ്റിമീറ്റർ. ലെങ്ത്ത് ഓഫ് ദ ബാരൽ, അതായത് ബാരൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിത്രപ്പണി ചെയ്ത് വെട്ടുകൾ സാധനത്തിൻ്റെ പാർട്ട് 2.13 ഇഞ്ച് ഓർ 5.40 സെൻറ്റിമീറ്റർ. പിന്നെ ലോങ്ങർ സ്പൈഗോട്ട് എന്ന് പറഞ്ഞാൽ നീളമുള്ള വാലുണ്ട്, ഷോർട്ട് വാലുണ്ട്. അപ്പോൾ നീളമുള്ള വാല് 1.38 ഇഞ്ച് അല്ലെങ്കിൽ 3.5 സെൻറ്റിമീറ്റർ. ഷോർട്ടർ വാലിൽ സ്പൈഗോട്ട് 0.81 ഇഞ്ച് അല്ലെങ്കിൽ 2.06 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാം, എ എന്ന് പറഞ്ഞാണ് ലോങ്ങർ സ്പൈഗോട്ട്, സി എന്ന് പറഞ്ഞാണ് ഷോർട്ടർ സ്പൈഗോട്ട്, ബി എന്ന് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ ബാരൽ. അപ്പോൾ അതിൻ്റെ സൈസെല്ലാം ഇവിടെ സൈഡിൽ അപ്പൻഡിക്സിൽ എഴുതിയിട്ടുണ്ട്. എ എത്രയാണ്, ബി എത്ര, സി എത്രയാണ്, അത് ഓരോന്നും കാണിച്ചിട്ടുണ്ട്. സ്റ്റെമ്പിൻ്റെ സീനിയേഴ്സ് ക്രിക്കറ്റിന് വേണ്ടിയുള്ള ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 28 ഇഞ്ച്. അതിൻ്റെ ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം മിനിമം പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 3.81 സെൻറ്റിമീറ്റർ, മിനിമം 3.5 സെൻറ്റിമീറ്റർ വനം. ഓവറോൾ വെഡ്ത്ത് 3 സ്റ്റെം കൂടി വെച്ച് കഴിയുമ്പോൾ 22.86 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 9 ഇഞ്ച് കൂടാനും പാടില്ല എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ABCDEF എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഡയമെൻഷൻസ് അതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൻഡിക്സിലുള്ളതാണത്. 2 സ്പൈഗോട്ട്സ് ആൻഡ് ബാരൽ ഷാൽ ഹാവ് ദി സെയിം സെൻറ്റർ ലൈൻ. സെൻറ്ററായിട്ടിരിക്കണം. 2 സ്പൈഗോട്ട്സ് ആൻഡ് ദ ബാരൽ ഷാൽ ഹാവ് ദി സെയിം സെൻറ്റർ ലൈൻ. അതായത് മറ്റേ 2 സ്പൈഗോട്ടും ബാരലും എല്ലാത്തിനും ഒരേ ലൈനിലിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഡിവൈസ് എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് പ്ലെയർ സേഫ്റ്റി ബൈ ലിമിറ്റിംഗ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ദ ബെയിൽ ക്യാൻ ട്രാവൽ ഓഫ് കസ്റ്റംസ് വിൽ ബി അലൗഡ്. അതായത് നമ്മൾ ഈ ബെയിൽസ് അങ്ങനെ ഈ തെറിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ദൂരമൊക്കെ പോയി നമ്മുടെ കണ്ണിലൊക്കെ ഉള്ളൂ, അങ്ങനെ എന്താ ഇഷ്യൂ ഒക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സേഫ്റ്റി മെഷേഴ്സ് അലൗഡ് ആണ്, സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് ദ ഗവർണിംഗ് ബോഡി ഫോർ ദ മാച്ച് ആൻഡ് ദ ഗ്രൗണ്ട് അതോറിറ്റിയുടെ അവിടുത്തെ അതായത് ഗവർണിംഗ് ബോഡിയുടെ അപ്രൂവൽ പ്രകാരം അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസ് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിടുന്ന പോലത്തെ സെറ്റപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ പ്ലാസ്റ്റിക് സ്റ്റെംസൊക്കെ മേടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതേപോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കാം. കാരണം തെറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ
അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഒരു സിനിമ പറയുന്നത് നല്ലത്. മറ്റേ കന എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കോച്ചായിട്ട് വരുന്ന പുള്ളി നേരത്തെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അത് സിനിമയിലെ കഥയാണ്. അപ്പോൾ പുള്ളി ഒരു മാച്ചിൽ കളിച്ചപ്പോൾ പുള്ളി കീപ്പറായിരുന്നു. വെയിൽസ് തെറിക്കുന്ന കേട്ട കയ്യിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡേഞ്ചേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ജൂനിയർ ക്രിക്കറ്റിൻ്റെ ഈസ് ഗവർണിംഗ് ബോഡി ഫോർ ദ ക്രിക്കറ്റ് ഇൻ ദ കൺട്രി കൺസേൺ ഷാൽ ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ സ്റ്റെംസ് ആൻഡ് വീൽസ്. ജൂനിയർ ക്രിക്കറ്റിൻ്റെ കേസിൽ നമുക്ക് ചില അളവുകൾ നടത്താം. അത് അവിടുത്തെ ഗവർണിംഗ് ബോഡി തീരുമാനിക്കുന്ന പ്രകാരം. കാരണം സ്റ്റെമ്പിൻ്റെ അത്രയും ഹൈറ്റുള്ള പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെമ്പിൻ്റെ സൈസിനെ പറ്റിയൊക്കെ കുറച്ച് വേരിയേഷൻസ് ഗവർണിംഗ് ബോഡിയുടെ അപ്രൂവൽ പ്രകാരം വരുത്താവുന്നതാണെന്നാണ് പറയുന്നത്. അടുത്ത ഡിസ്പെൻസിങ് വിത്ത് ബെയിൽസ്. ദ അമ്പയേഴ്സ് മേ അഗ്രി ടു ഡിസ്പെൻസ് വിത്ത് ദ യൂസ് ഓഫ് ബെയിൽസ് ഇഫ് നെസസറി. അതായത് ബെയിൽസിലാണ്ട് വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഭയങ്കര കാറ്റൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ ബെയിൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് വീഴുക, അങ്ങനെ എന്തെങ്കിലും സോളിഡ് റീസൺ ഉണ്ടെങ്കിൽ അമ്പയർമാർക്ക് തീരുമാനിക്കാൻ ബെയിൽസ് വേണ്ട. ഇഫ് ദേ സോ എഗ്രി ദെൻ നോ ബെയിൽസ് ഷാൽ ബി യൂസ്ഡ് അറ്റ് ഐദർ എറ്റ്. അതായത് ഇവർ സമ്മതിച്ചതിന് ശേഷം രണ്ട് സ്ഥലത്തും ബെയിൽസ് വയ്ക്കാൻ പാടില്ല. അത് ബോളിംഗ് എൻഡ് ഉണ്ട്, മറ്റേ ബാറ്റിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരിടത്ത് കാറ്റടിച്ച് ഇപ്പോഴും വീഴുന്നു, മറ്റിടത്ത് വീഴില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല. രണ്ടിടത്തും ഒരുമിച്ച് മാറ്റേണ്ടി വരും. ദ യൂസ് ഓഫ് ബെയിൽസ് ഷാൽ ബി റെസ്യൂംഡ് ആസ് സൂൺ ആസ് ദ കണ്ടീഷൻ പെർമിറ്റ്. അതായത് കണ്ടീഷൻ തിരിച്ച് പെർമിറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ബെയിൽസ് ഉപയോഗിക്കാം എന്നുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ബെയിൽസ് ഇല്ലാണ്ട് കളിക്കേണ്ടി വന്നാൽ കളിക്കാം. പക്ഷേ അതിൻ്റേതായ വേറെ പല റൂൾസും കാര്യങ്ങളുണ്ട്. ബോൾഡ് ആകുമ്പോഴേ മറ്റേതും പല റൂൾസ് ഉണ്ട്. അത് നമ്മളടുത്ത ലോകളിലൊക്കെ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെംസ് അല്ലെങ്കിൽ വിക്കറ്റ്സിനെ പറ്റിയും ബെയിൽസിനെ പറ്റിയുള്ള ലോ നമ്പർ 8. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.